ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഓൺലൈൻ മീഡിയയിലൊക്കെ വന്ന ഒരു ന്യൂസാണിത്. ഉർവശി ചേച്ചിയും മഞ്ജു ചേച്ചിയും രണ്ടുപേരും കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ വളരെ അപൂർവമായിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്ന ആ ഒരു ഇത് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ രണ്ടുപേരും ഒരേ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നതായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതാണോ എന്നറിയില്ല. പക്ഷേ എന്നാലും എനിക്ക് അവർ രണ്ടുപേരും കൂടെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര അവരെ രണ്ടുപേരെയും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ഉർവശി ചേച്ചി സ്റ്റേജിൽ വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊന്നും പറയല്ലേ, അങ്ങനെ വലിയൊരു മഹാഭാരമൊന്നും തലയിൽ വെച്ച് കെട്ടിത്തരരുത്, അങ്ങനെ ഒരു മഹാഭാരം ചുമക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അവരുടെ എളിമയാണ് കാണിക്കുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതവർ ആക്ട് ചെയ്യുന്നൊരു എളിമയാണെന്ന് തോന്നുന്നില്ല. അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമായിട്ടാണ് അത് തോന്നുന്നത്. കാരണം പല ഇൻ്റർവ്യൂസിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്വഭാവം ആ ഒരു രീതിക്കാണ് പോകുന്നത്. അവർക്ക് തരുന്ന ഒരു കാര്യം, അല്ല അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം, അവരോടൊരു ഡയറക്ടർ പറയുന്ന കാര്യം അവരെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം വൃത്തിയായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതിനെ അപ്പോൾ അത് വലിയൊരു മഹാകാര്യമായിട്ട് കൊണ്ട് നടക്കാനൊന്നും അവർക്ക് ഇതുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഒരാളുടെ ആദ്യം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് PR വർക്ക് ചെയ്യിപ്പിക്കും. അതിന് ഓപ്പോസിറ്റായിട്ട് അടുത്ത ആൾ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അടുത്ത PR വർക്ക് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഇത് കണ്ടിരുന്നു. പക്ഷേ ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള ഭാരങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് കൊടുക്കുന്ന റോളുകൾ അവർ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കണ്ടു ഒട്ടുമിക്ക ഭാഷയിലും അവർ ഉർവശി ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ വാരി കൂട്ടിയിട്ടുണ്ട്. മഞ്ജു ചേച്ചി അതുപോലെ തന്നെ. മഞ്ജു ചേച്ചി ഒട്ടും മോശമാണെന്നല്ല പറഞ്ഞത്. അവർക്കും കൊടുത്ത റോളുകളെല്ലാം എനിക്ക് അവരുടെ ലൈഫിൻ്റെ ആ ഒരു ആദ്യ സമയങ്ങളാണ് ഇഷ്ടം. ഇപ്പോഴത്തെ ഇതിലും നല്ലതായിട്ട് ഇപ്പം നല്ലൊരു ഡയറക്ടറായ പൃഥ്വിരാജിൻ്റെ കിട്ടിയപ്പോൾ ചെയ്ത സിനിമകൾ ഒക്കെയാണ്. പക്ഷേ അതല്ലാതെ അവർ രണ്ടാം വരവിൽ ചെയ്ത പ്രതിഭുവൻകോഴി എന്ന് പറഞ്ഞ സിനിമയൊക്കെ നല്ലതായിരുന്നു. അവരുടെ പഴയ കാലം ഒക്കെ കാലഘട്ടമൊക്കെ ഓർമ്മിപ്പിക്കുന്ന പോലത്തെ സിനിമയായിരുന്നു. അതല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആദ്യം ചെയ്തിരുന്ന കന്മദം, അങ്ങനെയുള്ള സിനിമകളൊക്കെ വളരെ നമ്മുടെ ഹേർട്ട് ടച്ചിങ് ആണ്. അത്രയും ഭംഗിയായിട്ട് അത്രയും ഉൾക്കൊണ്ട് കണ്ണെഴുതി പൊട്ടും തൊട്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിനെ അവരങ്ങ് ഉള്ളിലേക്ക് എടുത്ത് ചെയ്തിരിക്കുന്ന പോലെയാണ്. അത്രയും നന്നായിട്ട് തന്നെയാണ്, പെർഫെക്റ്റായിട്ട് തന്നെയാണ് മഞ്ജു ചേച്ചിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തിപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ടുപേരും ചതിക്കപ്പെട്ടവരാണ്, രണ്ടുപേരും അവഗണിക്കപ്പെട്ടവരാണ്. പക്ഷേ എന്നാലും അവരെ ഫീനിക്സ് പക്ഷിയെ പോലെ രണ്ടുപേരും ഉയർത്തെഴുന്നേറ്റ് വന്നു എന്നുള്ളതാണ്. രണ്ടുപേരെയും ഒഴിവാക്കി നിർത്തിയിരുന്നതാണ്. പക്ഷേ അവർ രണ്ടുപേരും വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ് എനിക്ക് രണ്ടുപേരെയും കാണുമ്പോൾ ഒരു സന്തോഷമായിട്ട് തോന്നുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.